ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ വള്ളംകളി ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എല്ലാ വർഷവും വള്ളംകളി ദിവസം വീഡിയോ ചെയ്യാറില്ല. അപ്പോൾ ഇന്നും ഒരു വീഡിയോ എടുത്തേക്കത് വിചാരിച്ചു. അപ്പോൾ ഞാനും ഇന്നലെ തൊട്ട് നമുക്ക് ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഷാരോൺ മിസ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഷാരോൺ മിസ്സും കുമ്പയും നല്ല ഉറക്കമാണ്. ഞങ്ങൾ വെളുപ്പിന് എണീറ്റിട്ടുണ്ട്. ഞാനും അമ്മയും വെളുപ്പിന് എണീറ്റ് നമുക്ക് കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെളുപ്പിന് എണീറ്റു. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. എനിക്ക് വെളുപ്പിന് എണീറ്റുള്ള നല്ല വിശപ്പ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ നമുക്ക് എങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ എന്തായാലും വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ ട്രൈ ചെയ്യാം. നമുക്ക് ഒക്കുമെന്ന് അറിയത്തില്ല. വേറെ നമുക്ക് അങ്ങനെ ആരും പ്രത്യേകിച്ചാരും വരാനില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഫുൾ ദിവസം നമ്മൾ ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ ചുണ്ടവള്ളങ്ങളുടെ ഫൈനൽ എന്തായാലും മിസ് ചെയ്തിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മിസ്സായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം കുഞ്ഞു അലമ്പായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഫൈനൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഫൈനൽ കണ്ടിട്ട് തിരിച്ചു വരുമെന്നാണ് നമ്മൾ തീരുമാനിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. മിസ്സും കുമ്പയും നല്ല ഉറക്കമായിരുന്നു. ഞാൻ പിന്നെ ശല്യം ചെയ്യാനൊന്നും നിന്നില്ല. പിന്നെ നമ്മൾ എണീറ്റ് ഒരുമിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. നമുക്ക് അപ്പമുണ്ട്, വെജിറ്റബിൾ കറി, മുട്ടക്കറി. എങ്ങനെയുണ്ട് മിസ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ? അടിപൊളി. ഗ്രീൻ പീസ് കറി സൂപ്പർ. നമുക്ക് വള്ളംകളി കാണാൻ പോകണ്ടേ? മിസ് എക്സൈറ്റഡ് ആണോ? അതിനുവേണ്ടിയുള്ള വന്നത്. അപ്പോൾ നമ്മൾ ലഞ്ചും കൂടെ കഴിച്ചിട്ട് കുറച്ച് ഫ്രണ്ട്സ് കൂടെ വരാനുണ്ട്. അപ്പോൾ അവരൂടെ വന്നിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ട് പോവാന്ന് വെച്ചിരിക്കുക. എന്തായാലും ഫൈനൽ കാണണം അല്ലേ? ഫൈനൽ കാണണം. അപ്പോൾ നമ്മളെന്തായാലും അവരൊക്കെ കൂടെ വന്നിട്ട് ഇനി വീഡിയോ എടുക്കാം. അപ്പോൾ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ബൈ. ഞാനും അമ്മയും വെളുപ്പിനെ തുടങ്ങി കുക്കിങ്ങിലല്ലേ അമ്മ? ഇന്ന് നല്ല തിരക്കാണ്. നമുക്ക് ഗസ്റ്റും ഒക്കെ വരുന്നതുകൊണ്ട് നമ്മൾ തിരക്കാം. എങ്ങനെയുണ്ട് അമ്മ? വള്ളംകളിയുടെ ആവേശമൊക്കെ വന്നാ? ആവേശമുണ്ടല്ലോ, നമ്മൾ കുഞ്ഞോടക്കാരല്ലേ, ആവേശമില്ലാതെ. അമ്മയൊക്കെ പണ്ട് വനിതകളുടെ വള്ളത്തിന് തുഴച്ചില് പോയിട്ടുള്ള കേട്ടോ. കപ്പടിച്ചിട്ടുണ്ടല്ലേ അമ്മ? ആനാരി അല്ലേ? ആനാരി അത് വെപ്പല്ലായിരുന്നോ? വനിതകളുടെ എപ്പോഴും വെപ്പ് വെള്ളമാ. അവര് ചുണ്ടലില് കാണത്തില്ലല്ലോ. അപ്പൊ അമ്മ പണ്ടത്തെ തുഴച്ചിലുകാരിയൊക്കെയാണ് അല്ലേ? ഇപ്പൊ എന്താ പോവാത്തെ? ഇപ്പൊ വയ്യ. അപ്പൊ എങ്ങനെ നമ്മുടെ എന്തൊക്കെ മോരുകറി ആയല്ലേ? മീൻകറി, ചോറാകുന്നു. നമ്മുടെ ഇവിടങ്ങളിലുള്ള എല്ലാ വീട്ടിലും ഈ ലൈവ് പ്രോഗ്രാം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വള്ളംകളിയുടെ. രാവിലെ തൊട്ട് എല്ലാ വീട്ടിലും ഓണായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലും നമ്മൾ രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഹായ് പറ, ഹായ് പറ. ഇനി ഹായ് ഇവിടുത്തെ കുമ്പിക്ക് ജാടയാന്ന് പറയും എല്ലാവരും. ഹായ് കാണിച്ചേ. അങ്ങനെ നമ്മളുടെ നേരത്തെ ലഞ്ചൊക്കെ കഴിച്ച് വള്ളംകളി കാണാൻ പോകാനിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് മീൻകറി, മോര്, പച്ചടി, പിന്നെന്താ ബീഫ്, ചിക്കൻ ഫ്രൈ, പപ്പടം, ഇങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്ന ഐറ്റംസ് കേട്ടോ. നമ്മൾ എങ്ങോട്ട് പോവുക? നമ്മള് വള്ളംകളി കാണാൻ തന്നെ. അല്ല, വീഡിയോയിലാ. അപ്പൊ നമുക്ക് രണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അനൂപ് സാർ, സുജിത് സാർ. തിരിയൂ. നമ്മളിപ്പോ ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്നാ ഞങ്ങൾ എല്ലാ കൊല്ലം വള്ളംകളി കാണുന്നത്. അപ്പൊ ഇവരെയും കൊണ്ട് ഇങ്ങോട്ട് തന്നെ വന്ന് നമ്മളിവിടെ പാർക്കിംഗ് ഏരിയയില് കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മള് വള്ളംകളി കാണാൻ പോകണം. ഓൾറെഡി തുടങ്ങി. മാസത്തിലൊക്കെ കഴിഞ്ഞ് സുജിത് സാറും അനൂപ് സാറും കൂടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുമിച്ച് ലഞ്ചൊക്കെ കഴിച്ച് ഒരുമിച്ച് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് അടുത്തുള്ള ഒരു പേയാൻ പാർക്കിൽ കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നിട്ടോ. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് കാണാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. അപ്പോൾ നമ്മൾ പിക്കാൻ ചേട്ടായി വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിലിരുന്ന് ഫിനിഷിംഗ് പോയിന്റ് അവിടെ നിന്ന് നല്ല ക്ലിയർ ആയിട്ട് വള്ളംകളി കണ്ടു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മിനിസ്റ്റേഴ്സ് ആണെന്ന് തോന്നുന്നു പോകുന്നത്. ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞ് ട്രാക്ക് ക്ലിയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ അങ്ങോട്ട് ഇതിൻ്റെ ഒരു റോ ആയിട്ടുള്ളൊരു ആ ഓഡിയോയിൽ തന്നെ കേൾക്കുന്നതായിരിക്കും എൻ്റെ ഒരു ആവേശം. അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് നിർത്തുവാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വേറെ പല ഇതൊക്കെ വന്നാലും പ്ലീസ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. ആ ഒരു ആവേശം, വള്ളംകളിയുടെ ആ ഒരു ഇതൊക്കെ ആയിരിക്കും കേട്ടോ.
പച്ചവെള്ളമല്ലേ, വെള്ളം കുടിക്കുമല്ലേ? ഇത് യൂട്യൂബിൽ ഇടുക. അതിനിടയ്ക്ക് ഫിനിഷിങ്ങിലെത്തിയ ഒരു ചുണ്ടൻവള്ളം സ്പീഡ് ബോട്ടിൽ ഇടിച്ച സ്പീഡ് ബോട്ട് ഒന്ന് മറിഞ്ഞു കേട്ടോ. ഫിനിഷിങ്ങിന്റെ സമയത്ത് ചുണ്ടൻവള്ളക്കാർ നല്ല ജെറ്റ് സ്പീഡിലായിരിക്കും വരുന്നത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് പെട്ടെന്ന് കൺട്രോൾ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ആർക്കും അപകടമൊന്നും ഇല്ല, എല്ലാവരും സേഫ് ആണ്. പക്ഷെ സ്പീഡ് ബോട്ട് മൊത്തത്തിൽ പോയി. അങ്ങനെ കപ്പ അരോമക്കാർ കൊണ്ടുപോയി കേട്ടോ. മുന്നോടേക്കും കിട്ടിയില്ല, പള്ളാത്തുരുത്തേക്കും കിട്ടിയില്ല. അവർ നല്ല തുഴച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് അടുത്ത വള്ളം കളിക്ക് നമുക്ക് പിടിക്കാം. അപ്പോൾ ഫുള്ള് അവരുടെ ആഹ്ലാദ പ്രകടനമായിരുന്നു കേട്ടോ. അവർക്ക് ട്രോഫിയൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ അവർക്ക് ട്രോഫിയൊക്കെ കൊടുക്കുന്ന കണ്ട് അതും കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ഇറങ്ങിയത് അവിടെ നിന്ന്. ഇപ്രാവശ്യത്തെ വള്ളംകളിയായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത് കണ്ട വള്ളംകളി. ഇനി ഒരു വർഷം കഴിഞ്ഞ് നമ്മുടെ അടുത്ത വള്ളംകളി ഇനി അത് ഓർക്കുമ്പോൾ ഒരു സങ്കടം മാത്രം. പഞ്ചായത്തിലും അടിപൊളി സാറേ. എങ്ങനെയുണ്ടായി? മിസ് ഉള്ളോണ്ട് മാത്രം കാണാൻ പറ്റി. പറഞ്ഞു പറയിപ്പിക്കുന്നതല്ല കേട്ടോ. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ ആദ്യമാണ്. അതുകൊണ്ട് തന്നെ കേരള ഫയർഫോഴ്സിന്റെ, കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ്, കേരള വാട്ടർ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ പേരിലുള്ള വിനീതമായ നന്ദി അറിയിക്കുന്നു. അപ്പൊ ഞങ്ങള് വള്ളംകളിയൊക്കെ കണ്ട് ഇതൊന്നും എങ്ങും വരത്തില്ലേ? ഇല്ല, എവിടെയും വരത്തില്ല. എന്റെ ബ്ലോഗിൽ അത് കട്ട് ചെയ്തിട്ടേക്കല വീട്ടിൽ. അപ്പൊ ഞങ്ങള് ഫൈനലും കണ്ട് അരോമ ജയിച്ചു. കുഴപ്പമില്ലല്ലേ? അടുത്ത വള്ളംകളിക്ക് പിടിക്കാം. മിസ് സാഡാണ് ഗൈസ്. മിസ്സിന്റെ പുന്നമട തോറ്റേന്റെ വിഷമമാണ്. പുന്നമട പള്ളാത്തുരുത്തി. അങ്ങനെ നമ്മൾ വള്ളംകളിയൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് അനൂപ് സാറ്, സുജിത് സാറ് അതുവഴി അങ്ങ് പോയി. പിന്നെ നമ്മുടെ 2-3 ഫ്രണ്ട്സ്, അതായത് അരവിന്ദ്, മിഥുൻ, നിവിൻസ്, ഇത്രയും ഒരു ഫിനിഷിംഗ് പോയിന്റ് നിൽപ്പുണ്ടായിരുന്നു. അവരെയും പിക്ക് നമ്മൾ വീട്ടിൽ പോയി. ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർ ഇറങ്ങിയിട്ട് അവരുടെ കൂടെ ഷാരോൺ മിസ്സും പോയി. മിസ്സിന് നാളെ ചെന്നിട്ട് എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. മിസ് രാത്രി തന്നെ പോയി. അങ്ങനെ നമ്മുടെ ഈ പ്രസിദ്ധ വള്ളംകളി കഴിഞ്ഞ് അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.